ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു നോമ്പുറയുണ്ട് കേട്ടോ. അപ്പം നാത്തൂൻ്റെ വീട്ടിലെ നോമ്പുറയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലെ വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം കൂടെ ഞാനൊരു വീഡിയോ ആക്കി ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂടെ കൂട്ടിക്കോളി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. കൊയിനാമ്പാറ എരട്ടക്കുളം പറയും, ആ ഭാഗത്താണ് നാത്തൂൻ്റെ വീട് വരുന്നത്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഇപ്പം ഞാനും മോനും മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അതാ ഞാനും മോനും മാത്രമേ പോകുന്നുള്ളൂ. ഇക്കി അത്തയും ഉമ്മയൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളിതാ പോകണം. പിന്നെ അണ്ണനും ആരസും അവരൊക്കെ നേരത്തെ അവിടെ പോയി സെറ്റിലായിട്ട് ഇന്നലെ പോയി. അപ്പം ഞങ്ങളിതപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പോയിട്ട് അവിടുത്തെ വിവരശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. വാ, ആ ബസ് ഇനിയുണ്ട്. ബാ, ഒന്നങ്ങോട്ട് പാമ്പുണ്ടവിടെ അതെത്തില്ലാവും. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് ബസ്, വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് കയറിയിട്ട് നേരെ അവിടെ പോയി ഇറങ്ങാനാണ് കേട്ടോ. അപ്പോൾ അതാ മോന് ബസ്സിൽ കയറിയത് കുറച്ച് അങ്ങോട്ട് എത്തിയത് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ബാക്കിലൊരു അമ്മ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെടുത്തതാണ്. അപ്പോൾ ഞങ്ങളിത് ബസ് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ പോയി ബസ് ഇറങ്ങിയിട്ട് ഞങ്ങളിത് അവിടേക്ക് നടക്കുന്നുണ്ട് കേട്ടോ. പച്ച കളർ പെയിൻ്റ് അടിച്ച വീടാണ് കേട്ടോ നാത്തൂൻ്റെ വീട്. അപ്പോൾ ഞാനതൊന്ന് സൂം ചെയ്ത് എടുത്തിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അവിടെ പോയിട്ട് കയറി പോകുന്നതും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ തന്നെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ പോയി അവൻ കുറേ നേരം കഴിഞ്ഞു. പിന്നെ മോന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവനും നാത്തൂൻ്റെ ഹസ്ബൻഡും കേട്ടോ മച്ചാനും കൂടി ഇരുന്നിട്ട് അവനെ കളിപ്പിക്കുകയായിരുന്നു. പിന്നെ ഞാനങ്ങനെ ഓരോരോ വീഡിയോ ഗോഷ്ടികളൊക്കെ കണ്ടി തുടങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാകുന്നു മോൾക്ക് ഒരുമാതിരി ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതാ നോമ്പുറയ്ക്കുള്ള, അതായത് നോമ്പ് തുറ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആരും ഇതാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ വെറുതെ പോയപ്പോൾ അവരിങ്ങനെ ചിക്കനൊക്കെ എടുത്തു. നോമ്പുറപ്പൊക്കെ എന്തായാലും നോമ്പല്ലേ പറഞ്ഞിട്ട് അങ്ങനെ നോമ്പ് ഒരു ചെറിയൊരു നോമ്പുറ പോലെ ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അല്ലാതെ ഒരു എന്താ പറയുക, നോമ്പ് തുറ അങ്ങനെ ആരെയും വിളിക്കുക പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ആരസ് വെക്കുന്നുണ്ടായിരുന്നു, ആരസും താത്തയും കൂടെ. ഞാൻ പിന്നെ വെള്ളം, അതായത് വാട്ടർ മെലൺ, തണ്ണിമത്തൻ്റെ മുഹബത്ത് കസർബത്ത്, ആ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എവിടെ പോയാലും ആ ഒരു ഇത് ഉണ്ടാക്കലായിരുന്നു കേട്ടോ എൻ്റെ പണി. എവിടെ പോയാലും ഞാൻ തന്നെ ഉണ്ടാക്കൽ കേട്ടോ അത്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവരവിടെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരി ഉണ്ടാക്കി പൊറോട്ട കടയിൽ നിന്ന് മേടിക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. പിന്നെന്താ ഇത് പിന്നെ നമുക്ക് ഒരു നോമ്പ് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് 2 ഗ്ലാസ്സൊക്കെ കുടിച്ച് പിന്നെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, ഒരു എന്താ പറയുക, വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടായില്ലേ, ആ ഒരു ക്ഷീണം അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, മുഹബത്തിക്ക സർബത്ത്. പിന്നെ അതുണ്ടാക്കിയതിന് ശേഷം പിന്നെ നാരങ്ങ വെള്ളത്തിനുള്ളത് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കലക്കി വെച്ച് കഴിഞ്ഞ ശേഷം ഒരു എന്താ പറയുക, പിന്നെ അങ്ങനെ അടിക്കൽ തുടയ്ക്കൽ അങ്ങനെയുള്ള പരിപാടി കഴിയുമ്പോഴത്തേനും അവിടെ നിന്ന് ഉമ്മയും അത്തയും കൂടെ വൈകുന്നേരം 6 മണിയാകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ആഴ്ചയിൽ പോകുന്ന കേട്ടോ നാത്തൂൻ്റെ വീട്ടിലേക്ക്. അതുകൊണ്ട് ഇങ്ങനെ ഈ ആഴ്ച സൺഡേ ആയപ്പോൾ ഞങ്ങൾ പോയപ്പോൾ എന്തായാലും നോമ്പുറയല്ലേ കേട്ടോ, അങ്ങനെ ഇതാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്താ, ഞാൻ അതിൽ ഫ്രിഡ്ജിൽ കൊണ്ട് ആ കലക്കിയ മുഹബത്ത് സർബത്ത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുട്ടിയും മക്കളും ഒക്കെ കൂടെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇത് എന്താ പറയാ, ആർഎസ് എങ്ങനെ വേണമെങ്കിലും കരുതാം. മഞ്ഞപ്പൊടി ഇട്ടത് പോരല്ല, മഞ്ഞപ്പൊടി ഇല്ലിട്ട മഞ്ഞളാവല്ലേ ചെയ്യുള്ളൂ. ഇത് ഓൾറെഡി മഞ്ഞ കളറാണല്ലോ, ചോപ്പ് കളറാ വേണ്ടത്. അതല്ലേ. അപ്പൊ അണ്ണ പറയുന്നത് എരിവുണ്ട് പറഞ്ഞിട്ട് കുരുമുളക് പൊടിയിട്ടാ, കുരുമുളക് പൊടി ഉണ്ട്. എന്താ അപ്പൊ തരുന്നത്? നിഷ അല്ല, ചിക്കൻ മസാല പൊട്ടപ്പോ നോക്കി മണം പോയി. അല്ല പൊടി ഇട്ടത് പോലാണ്ടേ, പൊടിച്ചിട്ടിട്ടേ. ആ അതെന്നെ പറയുന്നു. ഇനി അടച്ചെടുക്കണം, തുറന്നിരിക്കട്ടെ. ഇനി എന്ത് വേണം? നീക്കി കുരുമുളകാ. എരിവ് കൂടുതലാകുവോ? വേണോ പെപ്പർ? പെപ്പർ എടുത്തിട്ട്
ടാങ്ക് ഇടുമ്പോ നാരങ്ങ പിഴിയണ ചെയ്താണ് മറന്നു പോത്തതൊക്കെ വന്നിട്ടുണ്ടാവില്ല. ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും. നമുക്ക് വെള്ളം കൊടുത്ത് അത് ഫ്രിഡ്ജിൽ വെക്കാലോ. അത് രണ്ടും കേട്ടിട്ടുണ്ടല്ലോ. അറിയില്ല അവിടെ അറിയില്ല. ആരുടെ പോയി മാറ്റാനെ കൂടെ പറയെടുത്തില്ലേ? പൊട്ടി വെച്ചിട്ടുള്ള വേണമെങ്കിൽ നടക്കാം. വെള്ളയാ വെള്ളം ടാങ്ക് ഇത് ലാസ്റ്റ് ഇടാം. എന്ത് വേണം? മല്ലിയരിയ വേണം, ലാസ്റ്റ് ആയിട്ട് ഫൈനൽ ടച്ചിന് പഞ്ചസാര നിൽക്കുന്ന തരാം. ഇതിവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു മഞ്ഞക്കുപ്പി. മഞ്ഞക്കുപ്പി ഉണ്ട് എന്തല്ലോ ചായ വെക്കാൻ കൊട്ടി വെക്കണ്ടേ? ഇനി കുറച്ചും കൂടെ വെള്ളം ആക്കിക്കോട്ടാ. വെള്ളം വേണം. അത് നല്ല വെള്ളമാണ്. നല്ല വെള്ളം തന്നെ. മതി. എന്റെ ഭാഗം അതിന് നമ്മ വീട് ഓപ്പണിങ്ങിന് ചിരിച്ച ഫോട്ടോ ഉണ്ട് എന്റെ അടുത്ത്. എന്റെ 32 പല്ലും അതിൽ കാണുന്നുണ്ട്. എന്റെ എയിം എന്താണെന്നറിയോ? ഈ വർഷം മോണിറ്റൈസേഷൻ ആക്കണം. അതാണ് എന്റെ എയിം. ഞാൻ അയച്ചു തന്ന മെസ്സേജ്. ഇതപ്പോൾ ഇവിടെ കറിയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ വന്നിട്ടുണ്ട്, നല്ലപോലെ ഇതായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും മല്ലിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ഫോണും കൊണ്ട് പോയതായിരുന്നു. അപ്പോൾ അത് മച്ചാൻ ഇവിടുന്ന് ക്രിക്കറ്റ് കളി കണ്ട് പ്രാന്തൊക്കെ കാട്ടണതായിരുന്നു കേട്ടോ. ക്രിക്കറ്റ് പ്രാന്താണ് തോന്നുന്നു. നീ എന്താ ചെയ്യുക. പിന്നെ അതാ മക്കൾ അവിടെ കളിക്കണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടെ പോയി ഓരോന്ന് എടുത്തിട്ട് വന്നപ്പോൾ അവരങ്ങനെയൊക്കെ വായി തോന്നിയ പോലെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ ഷൂട്ടിംഗ് ആവും പോലും. ഞാൻ എന്താ വേറെ വല്ല സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെയായിരുന്നു അവരുടെയൊക്കെ ഒരു ധാരണ. പിന്നെ അങ്ങനെ ഒരു മഹരിബ് നേരം ഈ നോമ്പുറക്കേണ്ട സമയമായി. പിന്നെ ഞങ്ങൾ അങ്ങനെ നോമ്പുറക്കാനിരുന്നു. എല്ലാവരും കൂടി ഇരുന്നു. അപ്പോഴത്തേനും ഉമ്മയും അത്തീക്ക് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നു കേട്ടോ നോമ്പുറക്കാനായിട്ട്. പിന്നെ അതേ നോമ്പുറക്കണ നേരത്ത് ഈ വെള്ളവും നാരങ്ങ വെള്ളവും സർബത്തും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുടിച്ചിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ അവർ പത്തിരി പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഒരു 8 മണി ആവുമ്പോഴായിരുന്നു കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത്. മാമ കൊട്ടിട്ടില്ല. ഇപ്പോൾ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരു കുഞ്ഞു നോമ്പ് പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ബൈ.